നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ക്രിട്ടിസൈസർ ആരാന്നറിയാം? അത് നടക്കുന്നില്ല ട്രെഡ്മില്ലിൽ വൈഫ് തന്നെ ആയിരിക്കും. 2 ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എന്തോന്നറിയോ? നിങ്ങളുടെ തനി ഗുണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈക്ക് അടിച്ചവരൊക്കെ ഇങ്ങനെ ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഫോളോ ചെയ്തവരൊക്കെ അൺഫോളോ ചെയ്തോളൂ. ശരിക്കും നമുക്ക് ഇന്നുള്ളൊരു പാർട്ട്ണറോ നല്ലൊരു അടിപൊളി കൂട്ടുകാരനുണ്ടെങ്കിൽ നമ്മൾ ഒരു രീതിയിലും നമ്മൾ പൊങ്ങിപ്പോത്തില്ല. അതാണ് കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും. എനിക്കൊരു കടയുണ്ടായിരുന്നു, അപ്പം ഇപ്പോൾ ഇല്ല, 6 കൊല്ലമായി കൂട്ടിയിട്ട്. അന്ന് കടയുള്ള സമയത്ത് കുറേ സ്റ്റാഫുകളുണ്ട്. അതിൽ നമ്മളിത് 1+1 4 പറഞ്ഞാൽ അവർ പറയും, മുതലാളിക്ക് ഭയങ്കര ബുദ്ധി, 4 പറഞ്ഞ് എന്തൊരു ബുദ്ധി. ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് വസ്തുക്കളുണ്ടായിരുന്നു. ഏതാ എല്ലാം 75,000, 1,00,000 രൂപ, 1,50,000 രൂപയ്ക്ക് ഒക്കെ വിലയുണ്ടായിരുന്നു. ഏതാ അന്ന് തന്നെ നമ്മൾ ചെന്ന് നോക്കി അതൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ കുറേ ബുദ്ധികളുണ്ട്. ഏതാ ആ ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പിനിന്ന് തന്നെ പറയണം. അവർ വലിയ മുതലാളി അമ്മമാരെല്ലാം കൂടെ ചേർന്ന് പറ്റിക്കുന്നു. അതിന് 50,000, 25,000 രൂപ ഉള്ളൂ വില. ഇപ്പം ആ വസ്തുവിനൊക്കെ 10ഉം 12ഉം ലക്ഷം രൂപ വില. ഈ പറഞ്ഞവന്മാരൊന്നും ഒരുത്തനെയും ഇപ്പോൾ കാണുന്നില്ല. അതാണ് ഈ മണി പവർ. പൈസ ഉള്ളപ്പോൾ കുറേ ഫ്രീ അഡ്വൈസ് നമുക്ക് കിട്ടുക. അതാണ് നമ്മൾ തന്നെ വിചാരിക്കാതെ നമ്മളെ അഡ്വൈസ് ചെയ്യും. മുതലാളിയുടെ നന്മയ്ക്കാന്ന് പറഞ്ഞ് അവസാനം അമ്മമാരുടെ നന്മയ്ക്കാക്കി അതങ്ങ് ഡൈവേർട്ട് ചെയ്തോളൂ. ഒന്നും വേണ്ടത് ആ ചെറിയൊരു കാര്യം. എൻ്റെ ഒരു കൂട്ടുകാരൻ ദുബായിൽ നല്ല ഏറ്റവും വലിയ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നത്, വെക്കേഷന് വന്ന് അറിയാതെ ഈ കൂട്ടുകാരനെ മീറ്റ് ചെയ്തു. അപ്പം വന്ന് ഇവനെ ബ്രെയിൻ വാഷ് ചെയ്യുക, നാട്ടിൽ വന്നിട്ട് നല്ലൊരു പ്രോജക്റ്റ് തുടങ്ങണം, എല്ലാം കണ്ട് അറബിയുടെ കൂടെ ഒന്ന് പോയി ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞ് ബുദ്ധി പറഞ്ഞു. എന്നാൽ ഇവൻ ഈ തുടങ്ങി പരിചയമുണ്ട്, ഈ കമ്പനി ഈ പ്രോജക്റ്റ് തുടങ്ങി. അവനൊരു രീതിയിലും പരിചയമില്ല. അവനെ കൊണ്ട് ഇവിടെ കൊണ്ടൊന്ന് തുടങ്ങിച്ച് അതങ്ങ് കഷ്ടിച്ച് ഒരു 5-6 മാസം ആ വണ്ടി അങ്ങ് ഓടി. അത് മൊത്തത്തിൽ അങ്ങ് കൂട്ടേണ്ടി വന്നു. ഈ പറഞ്ഞവൻ ആ വഴിക്ക് പോലും കണ്ടില്ല. ഏതാണ് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതവും. ഈ ഒരുപാട് പേരുടെ ഒപ്പീനിയൻ ഒന്നും നമ്മൾ ചോദിക്കാൻ നിൽക്കരുത്. ചിലതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കണം. ഏതാ നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ വരുമ്പോഴേ ഈ അഡ്വൈസൊക്കെ അവിടെ വെച്ചങ്ങ് നിൽക്കും. അതാണ് എമൗണ്ട് ഉള്ളപ്പോൾ കംപ്ലീറ്റ് പുറത്തൊന്നും അകത്തിരുന്ന് കംപ്ലീറ്റ് അങ്ങ് ഉപദേശിക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ ക്രിട്ടിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരിക്കും. നിങ്ങൾക്കൊരു വീഴ്ച വരല്ലേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് കരുതുന്ന ഒരാളായിരിക്കും. അങ്ങനെ എനിക്ക് കുറേ നല്ല കൂട്ടുകാരുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ വൈഫ് തന്നെ ആയിരിക്കും. ഏതാ ഒരു രീതിയിലും ഒറ്റ രീതിയിലും നിങ്ങൾക്കൊരു വീഴ്ച സംഭവിക്കില്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വൈഫ് തന്നെ ആയിരിക്കും. വേറൊന്നും ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ ദിവസം.